കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് കൊല്ലൂർ വില കുച്ചിതങ്ങൾ ഉപ്പാപ്പയുടെ ഹദറത്തിലേക്ക് വാഴക്കുല നേർച്ചയാക്കിയാൽ നിങ്ങൾ എന്ത് വിഷയമാണോ മനസ്സിൽ കരുതിയത് അത് നടന്നു കിട്ടുന്നതാണ്. വേങ്ങര കോയപ്പാപ്പയുടെ മക്കാമിലേക്ക് പഞ്ചസാര, പഴം, കോഴിമുട്ട എന്നിവ നേർച്ചയാക്കാം. ഒരു കോഴിമുട്ടയും പഞ്ചസാരയും പാലും പഴമാണ് കൊടുക്കാൻ പറഞ്ഞത്. അത് അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് കോഴിമുട്ടയും പഞ്ചസാരയും പാലും കൊടുത്തിങ്ങനെ ഒരു പച്ചക്കറിയിലുള്ള ജീവിക്ക് തിന്നാൻ കൊടുത്ത കൂലി എന്നുള്ള സ്വതക്കൻ്റെ കൂലി ഇട്ടായിരുന്നു. ഇതിപ്പോൾ അയാൾ നേരത്തെ കുജിത് മന്ത്രി പറഞ്ഞ റഹിമുള്ള പറഞ്ഞ പോലെ ആ പേരും പറഞ്ഞ വേറെ ആരോട് എന്താക്കുന്നുണ്ട്. ഇതൊരു ബിസിനസ്സാണ്. ഷർത്ത് വെച്ചുള്ള നേർച്ചകൾ നിരുത്സാഹപ്പെടുത്തപ്പെട്ട കാര്യമാണ്. അത് ചെയ്യരുതെന്ന് നബി ഞങ്ങൾ പ്രത്യേകം പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഒരു മുറാദും ഹാസിലാവുകയില്ല. നേർച്ചയുമായി ബന്ധപ്പെട്ട് നേർച്ചയൊക്കെ കസ്റ്റമൈസ് ചെയ്തൊരു കാലത്താണ് നമ്മളുള്ളത്. അപ്പോൾ ചർച്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ക്ലിപ്പ് കേട്ടുകൊണ്ട് നമുക്ക് ചർച്ച. ഒരു ഭക്ഷണ സാധനം കൊടുക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ള ആ കൂലി മഹാനിലേക്ക് നമ്മൾ ഹദിയ ചെയ്യുന്ന രീതിയാണ് നേർച്ച എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കാൻ പറ്റുന്ന ചില മക്കാമുകളെ പരിചയപ്പെടുത്താം. കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് കൊല്ലൂർ വില കുച്ചിതങ്ങൾ ഉപ്പാപ്പയുടെ ഹദറത്തിലേക്ക് വാഴക്കുല നേർച്ചയാക്കിയാൽ നിങ്ങൾ എന്ത് വിഷയമാണോ മനസ്സിൽ കരുതിയത് അത് നടന്നു കിട്ടുന്നതാണ്. വേങ്ങര കോയപ്പാപ്പയുടെ മക്കാമിലേക്ക് പഞ്ചസാര, പഴം, കോഴിമുട്ട എന്നിവ നേർച്ചയാക്കാവുന്നതാണ്. വിഴിഞ്ഞം തുറമുഖത്തിനടുത്ത് മൊഹിയദ്ദീൻ പള്ളിക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്ന വറുത്ത അരി ഉപ്പാപ്പ എന്ന മക്കാമിലേക്ക് വറുത്ത അരി കൊണ്ടുള്ള പല വിഭവങ്ങൾ നമുക്ക് നേർച്ചയാക്കാവുന്നതാണ്. മലപ്പുറം ജില്ലയിലെ ചേളാരിയിൽ സയ്യിദ് സ്വാലിഹ് ജമലുൽ തങ്ങൾ നൊസൻ തങ്ങൾ എന്നറിയപ്പെടുന്ന മഹാന്റെ ഹദറത്തിലേക്ക് മങ്കൂസ് മൗലിദ് നേർച്ചയാക്കിയാൽ ഒരുവിധ കുടുക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതുകൊണ്ട് പരിഹാരമാകുന്നതാണ്. മണത്തല ഷഹീദ് മഷ്ഹൂർ ഹൈദ്രോസുകുട്ടി മൂപ്പർ അവരുടെ ഹദറത്തിലേക്ക് എണ്ണ, ചന്ദനത്തിരി എന്നിവ നേർച്ചയാക്കിയാൽ നമ്മുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. തമിഴ്നാട് ആറ്റാങ്കര സയ്യിദ് അലി ഫാത്തിമ ഉമ്മച്ചയുടെ ഹദറത്തിലേക്ക് പാലും പഴവും നേർച്ചയാക്കിയാൽ ഈ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. കൊല്ലം ഏരൂർ അടുപ്പുപാറ മസ്ഊദ് വലിയ മഹദറയിലേക്ക് അരിപ്പത്രിയും കോഴിയിറച്ചിയും നേർച്ചയാക്കിയാൽ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. കൊല്ലം ആയൂരിലെ പെരിങ്ങല്ലൂർ മക്കാമിലേക്ക് വാഹന സംബന്ധമായ വിഷയത്തിന് വേണ്ടി ഒരു ഫാത്തിഹ ഊതിയാൽ തന്നെ കാര്യം നടന്നു കിട്ടുന്നതാണ്. മമ്പുറം നമ്മുടെ യാറും മൂടിയാൽ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. കുണ്ടൂർ ഉസ്താദിന്റെ ഹദറത്തിലേക്ക് ഒരു കുല പഴം നേർച്ചയാക്കിയാൽ നമ്മുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. അല്ലാഹു തആല നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചൊരു വാക്ക് പോലും സംസാരത്തിലില്ല. ഇസ്ലാമിൽ ശരിക്കും ഇങ്ങനെയാണോ നേർച്ച പഠിപ്പിക്കപ്പെട്ടത്? യഥാർത്ഥത്തിൽ ഇതിപ്പോൾ നേർച്ചയല്ല എന്നുള്ളത് പറയുന്ന അദ്ദേഹത്തിനും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം. അപ്പം അദ്ദേഹം ആദ്യം പറഞ്ഞ നിർവചനം തന്നെ പിന്നീട് പൊളിഞ്ഞു. ആ നിർവചനം തന്നെ ശരിയല്ല. അത് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞെന്താണ്, ഒരു സ്വതക്ക ചെയ്തിട്ട് അതിനെ കൂലി അവർക്ക് നേർച്ചയാക്കാതാണ്. എന്നാൽ ജാറം മൂടിയാലും ഇതൊക്കെ മാറുമ്പോൾ ആ ജാറം മൂടിയതിൻ്റെ സ്വതക്ക ചെയ്തില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ നേർച്ച അതല്ല. നേർച്ച എന്നത് ഒരു ഇബാദത്താണ്. നിസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെ, ഹജ്ജ് പോലെ ഒക്കെയുള്ള ഒരു ഇബാദത്താണ് യഥാർത്ഥത്തിൽ നേർച്ച. അതായത് ഇൽത്തിസാമു ത്വാഅത്തിൻ ലം യതഅയ്യൻ എന്നാണ് പൊതുവെ നേർച്ചയ്ക്ക് നൽകപ്പെടുന്ന നിർവചനം. അയ്യനല്ലാത്ത, മുഅയ്യനല്ലാത്ത, നിർബന്ധമാക്കിയിട്ടില്ലാത്ത ഒരു പുണ്യകർമ്മം ഒരാൾ സ്വയം നിർബന്ധമാക്കുക, അതാണ് ശരിക്കും നേർച്ച. ഒരാൾ ഇന്ന് രാത്രി ഹജ്ജുസ്കരിക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അതൊക്കെ നിർബന്ധമായി മാറി. ഒരാൾ തിങ്കളാഴ്ച നോമ്പെടുക്കാൻ നേർച്ചയാക്കി, വ്യാഴാഴ്ച നോമ്പെടുക്കാൻ നേർച്ചയാക്കി, അല്ലെങ്കിൽ സ്വതക്ക ചെയ്യാൻ നേർച്ചയാക്കി എന്നൊക്കെ പറയുമ്പോൾ നിർബന്ധമില്ലാത്തൊരു കാര്യം അയാൾ സ്വയം നിർബന്ധമാക്കുന്നു. നിർബന്ധമുള്ളൊരു കാര്യം നേർച്ചയാക്കാൻ പറ്റുമോ? ഇപ്പോൾ നാളെ സുബീസ്കരിക്കാൻ നേർച്ചയാക്കി പറ്റില്ല, അതല്ലെങ്കിൽ നിർബന്ധമാണ്. അനുവദനീയമായ കാര്യം പറ്റുമോ? ഇപ്പോൾ ഇന്ന് രാത്രി ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ നേർച്ചയാക്കി, അതില്ല, അതൊരു പുണ്യകർമ്മമല്ല, അനുവദനീയമായ കാര്യമാണ്. അപ്പം നിർബന്ധമില്ലാത്ത എന്നാൽ പുണ്യകർമ്മമായൊരു കാര്യം സ്വയം ഒരാൾ നിർബന്ധമാക്കുന്നു. ഇതാണ് നേർച്ച എന്ന് പറയുന്നത്. അതൊരു ഇബാദത്താണ്. ഇപ്പോൾ തഹജ്ജുദ് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അത് നേർച്ചയാക്കുമ്പോൾ എങ്ങനെ വൈദേശികങ്ങൾ ചേർത്ത് കഴിയുമോല. തിങ്കളാഴ്ച നോമ്പെടുക്കുക റബ്ബിന് വേണ്ടിയാണ്. ആ നോമ്പെടുക്കുക നേർച്ചയാക്കിയാൽ അത് മഹാന്മാർക്ക് കൈമാറുമല്ലോ. അപ്പം നേർച്ച ഇബാദത്താണ്. ഇതൊരിക്കലും ആഗ്രഹം സഫലീകൃതമാകാനോ ഒരു മുറാദ് ഹാസിലാകാനോ ഒന്നുമുള്ളതല്ല. നേർച്ച യഥാർത്ഥത്തിൽ ഇബാദത്തായ കാര്യം അള്ള നിർബന്ധമാക്കാത്തത് നമ്മൾ നിർബന്ധമാക്കുന്നു. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും ആ നേർച്ചയെ തന്നെ പൊതുവേ നിരുത്സാഹപ്പെടുത്തി. കാരണം അള്ള നിർബന്ധമാക്കാത്ത ഒന്നിനെ നമ്മൾ നിർബന്ധമാക്കുമ്പോൾ അതിൽ ഒരു അദബുകേടുണ്ട്. ഇമാം ഷാത്തിബി റഹ്മദയുടെ അൽ മുവാഫഖാത്തിലൊക്കെ വിശദമായ ചർച്ചകൾ കിതാബുൽ ഇഹ്തിസാമിലുമുണ്ട്, മുവാഫഖാത്തിൽ അല്പം വിശദമായി അദ്ദേഹം അത് പറഞ്ഞിട്ടുമുണ്ട്. അവിടെയൊക്കെ കാണാം ഇത് അള്ളാഹു തആല നമുക്ക് എന്തെല്ലാം നിർബന്ധമുണ്ടോ അതെല്ലാം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ വകഞ്ഞ് എനിക്ക് ഇത് പോരാ, അതും കൂടി എനിക്ക് നിർബന്ധമായി കിട്ടണം എന്ന് പറയുമ്പോൾ അതൊരു സൂഉൽ അദബ്, ഒരു തെറ്റായ ഒരു അദബിനെ യോജിക്കാത്തൊരു കാര്യം അതിലുണ്ട് എന്ന ന്യായമാണ് പൊതുവെ പല പണ്ഡിതന്മാരും പറഞ്ഞു കാണുന്നത്. എന്നാൽ നേർച്ച ആക്കിയാലോ അത് വീട്ടൽ നിർബന്ധവുമാണ്. അതുകൊണ്ട് ഖുർആനും ഹദീസിലും നേർച്ചയാക്കുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞിട്ടില്ല. നേർച്ച ആക്കിയാൽ വീട്ടുന്നതിൻ്റെ പ്രാധാന്യമാണ് പറഞ്ഞത്. യൂഫൂന ബിൻ നദർ എന്നുള്ള ഖുർആനിൽ പഠിപ്പിച്ചു. അവിടെ നേർച്ച പൂർത്തിയാക്കുന്നവർ എന്നാണ് പറഞ്ഞത്, നേർച്ച നേരുന്നവർ എന്നല്ല. നേർച്ച നേരൽ പൊതുവെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നേർന്ന നേർച്ച പൂർത്തിയാക്കൽ നിർബന്ധമാണ് താനും. അതൊരിക്കലും ഒരു ആവശ്യം നിറവേറി കിട്ടാൻ വേണ്ടി, കടം വീടാൻ വേണ്ടി, രോഗം മാറാൻ വേണ്ടി ഒന്നുമല്ല.
കൂലി കിട്ടാൻ വേണ്ടിയാണ്. ഒരാൾ എന്തിനാ തിങ്കളാഴ്ച നോമ്പ് എടുക്കുന്നത്? കൂലി കിട്ടാൻ, ദുന്യാവിൻ്റെ ആവശ്യത്തിനല്ല. അത് സ്വയം നിർബന്ധമാക്കുന്നു. അപ്പോൾ അയാൾക്ക് ഒന്നുകൂടി അയാൾ അതിലൊരു ശ്രദ്ധ ഉണ്ടാകുന്നു. അതാണ് നേർച്ചയിലുള്ളത്. എന്നാൽ ഇങ്ങനെയുള്ള ഈ ഷർത്ത് വെച്ചുകൊണ്ട് നേർച്ച, മുഅല്ലഖായ നേർച്ച എന്നാണ് പൊതുവേ അതിന് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾക്ക് ഉപയോഗിച്ച പ്രയോഗം. ഒരു ഉപാധി വെച്ചുകൊണ്ട് എൻ്റെ രോഗം ശിഫയായാൽ ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ മുറാദ് ഹാസിലാവാൻ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ഏതായിരുന്നാലും പാടില്ല എന്നാണ് പൊതുവെ ഹദീസിനെ പഠിപ്പിച്ചത്. നബി ഞങ്ങൾ പറയുന്ന ഇമാം ബുഖാരി ഹദീസിൽ കാണാം, ലാ തൻദുറു ഫഇന്ന നദറ ലാ യറുദ്ദു മിനൽ ഖദ്രി ശൈഅ. നിങ്ങൾ നേർച്ച നേരരുത്, കാരണം നേർച്ച റബ്ബിൻ്റെ ഖദറിൽ ഒരു മാറ്റം വരുത്തുകയില്ല. അപ്പോൾ അല്ലാഹു തആല നേർച്ചയെ അങ്ങനെ സബബാക്കിയിട്ടില്ല എന്ന് നബി ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു. ശർഈയായി ഒരു സംഗതിയെ സബബാക്കിയതായി നമുക്ക് സ്വീകരിക്കണമെങ്കിൽ അല്ലാഹു റസൂൽ പറയണം. ഇപ്പോൾ ദുആ ഒരു സബബാണ്, രോഗം മാറാൻ, മുറാദ് ഹാസിലാവാൻ എല്ലാമുള്ള ഒരു സബബാണ് ദുആ എന്നുള്ളത്. അത് ഖുർആൻ ദിവസം പഠിപ്പിച്ചു, നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ സംസം വെള്ളം രോഗശമനത്തിനുള്ള സബബാണ് എന്ന് പ്രത്യേകം പഠിപ്പിച്ചു. അജ്വ കാരക്ക ഷിഫക്കുള്ള സബബാണ് എന്ന് പ്രത്യേകമായ ഹദീസിൽ വന്നു. കുടുംബബന്ധം ചേർക്കൽ ആയുസ് വർദ്ധിക്കാനുള്ള സബബാണ് എന്ന് ഹദീസിൽ വന്നു. എന്നതുപോലെ ഒരു സബബായി നിശ്ചയിച്ചതല്ല നേർച്ച എന്നത്. പിന്നെ സബബാക്കി പഠിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, സബബ അല്ല എന്ന് പ്രത്യേകം പഠിപ്പിച്ചു. നബി പ്രത്യേകം പറഞ്ഞു, ഫഇന്നഹു ലാ യറുദ് ഫഇന്ന നദറ ലാ യറുദ്ദു മിനൽ ഖദ്രി ശൈഅ. നേർച്ച വിധിയിൽ ഒരു മാറ്റം വരുത്തുകയില്ല. അപ്പോൾ അങ്ങനെ അള്ളാഹു അങ്ങനെ സബബ് നിശ്ചയിച്ചിട്ടില്ല എന്നാണ്. പിന്നെ എന്താണ് നേട്ടം? നബി ഞങ്ങൾ തന്നെ പറഞ്ഞു, ഫഇന്നമാ യുസ്തഖ്റജു ബിഹി മിൻ മാലിൽ ബഖീൽ. പിശുക്കൻ്റെ സമ്പത്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. പള്ളിക്ക് ഒരു 500 രൂപ ചോദിച്ചാൽ കൊടുക്കാത്തവനും പതിനേഴ് നേർച്ചയ്ക്ക് ഒരു 5000 പറഞ്ഞാൽ 5000 10,000 കൊടുക്കുക, എൻ്റെ പുസ്തകം മാറി കിട്ടിയാൽ മതി എന്ന്. അപ്പോൾ ഏത് പിശുക്കൻ്റെയും പണം പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നൊരു വഴിയാണ് എന്നല്ലാതെ മറ്റൊന്നുമില്ല. അതിനെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഉസ്താദന്മാർ ചൂഷണം ചെയ്യുന്നത്. നേർച്ച എന്ന് പറഞ്ഞാൽ പിന്നെ ആളുകൾ എന്തും കൊടുത്തോളും. എന്നാലും ഓരോ ജാടത്തിലേക്ക് ഓരോന്ന് പറഞ്ഞാൽ അവിടെ അത് കൊടുത്താൽ നമ്മൾ അത് മനസ്സിലാവും, ഇവിടെ ഇത് കൊടുത്തത്. ഈ നേർച്ചയും ഈ ഔലിയാക്കന്മാരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നേർച്ച നേരുന്ന ഒരാൾ അവൻ്റെ നേർച്ച കൂലി കൊടുക്കുന്ന അള്ളാഹു തആല. പൊതുവേ നമ്മളെ കുഞ്ഞീദ് മദീൻ റഹിമഹുല്ലാ അദ്ദേഹം മുമ്പ് പറയലുണ്ട്, സാധാരണ ഒരു സ്വതക്കയിൽ സാധാരണ ഒരു അമലിൽ രണ്ട് കക്ഷികളേ ഉള്ളൂ. ഒന്ന് ഇത് ചെയ്യുന്ന ആൾ, രണ്ട് അത് സ്വീകരിച്ച് പ്രതിഫലം കൊടുക്കുന്ന അള്ളാഹു തആല. ഇനി സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഇവർ സ്വതക്ക ചെയ്യുന്നു എങ്കിൽ ആ സ്വതക്ക ചെയ്യുന്ന ഒരാൾ, ആ സ്വതക്കയ്ക്ക് പ്രതിഫലം കൊടുക്കുന്ന അള്ളാഹു തആല, ആ സ്വതക്ക അയാളിൽ നിന്ന് സ്വീകരിച്ച് ഉപയോഗിക്കുന്ന ഒരു മൂന്നാം കക്ഷി, ഒരു ഫക്കീറോ മിസ്കീനോ ആരാണെങ്കിൽ അവർ. ഇതാണ് സാധാരണ ഉള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നേർച്ചയിൽ ഇപ്പം മൊഹീദ്ദീൻ ഷെയ്ഖിന് വേണ്ടി ഞാൻ ഇന്ന ഒരു സാധനം നേർച്ചയാക്കി എന്ന് പറയുമ്പോൾ നേർച്ച നേരുന്ന ആളുണ്ട്. ഈ വസ്തു വാങ്ങി ഉപയോഗിക്കുന്ന ആൾ മൊഹീദ്ദീൻ ഷെയ്ഖ് അല്ല, അത് ഉറപ്പാണല്ലോ. അപ്പം പിന്നെ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ റോൾ എന്താണ്? കൂലി കൊടുക്കുന്നത് അള്ളാഹുവാണ് എന്നാണെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖിന് റോളില്ല. അപ്പോൾ അള്ളാഹിൻ്റെ സ്ഥാനത്താണ് ഇവിടെ മൊഹീദ്ദീൻ ഷെയ്ഖിനെ അദ്ദേഹം സ്ഥാപിക്കുന്നത്. കാരണം ഈ നേർച്ച മൊഹീദ്ദീൻ ഷെയ്ഖ് അറിയും, ഷെയ്ഖ് അത് സ്വീകരിക്കും. അതുവഴി എൻ്റെ മുറാദ് ഹാസിലാവാൻ ഒന്നുകിൽ ഷെയ്ഖ് തന്നെ മുറാദ് ഹാസിലാക്കി തരും, അല്ലെങ്കിൽ ഷെയ്ഖ് അതിൽ ഇടപെട്ടുകൊണ്ട് എൻ്റെ മുറാദ് ഹാസിലാവാനുള്ള വഴി ഉണ്ടാക്കി തരും. എന്തായാലും ഒന്നാമത്തെ സംഗതിയിൽ അള്ളാഹിൻ്റെ സ്ഥാനം ഏതാണോ ആ സ്ഥാനത്താണ് ഇവിടെ ഷെയ്ഖിനെ സ്ഥാപിക്കുന്നത് എന്ന് കുഞ്ഞീദ് മദനി എപ്പോഴും പറയാറുണ്ട്. എന്താണെങ്കിലും ഇത്തരം നേർച്ചകൾ, ഒന്ന് ഷർത്ത് വെച്ചുള്ള നേർച്ചകൾ നിരുത്സാഹപ്പെടുത്തപ്പെട്ട കാര്യമാണ്. അത് ചെയ്യരുതെന്ന് നബി ഞങ്ങൾ പ്രത്യേകം പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഒരു മുറാദും ഹാസിലാവുകയില്ല. റബ്ബിൻ്റെ ഖദാ ഖദറിൽ ഒരു മാറ്റം അതുകൊണ്ട് വരികയില്ല എന്ന് വ്യക്തമായ ഹദീസ്. പക്ഷേ ഉസ്താദ് പറയാണ് നേർച്ചയാക്കിയാൽ എല്ലാ പ്രശ്നം തീരും, ഏത് മുറാദും ഹാസിലാവും, എന്താവശ്യത്തിനും അത് മതി എന്ന് പറയുമ്പോൾ നബിതങ്ങൾ പറഞ്ഞ ഇമാം ബുഖാരി അടക്കം മുദ്രിച്ച ഹദീസാണ് പറഞ്ഞത്, ലാ യറുദ്ദു മിനൽ ഖദ്രി ശൈഅൻ. അള്ളാഹിൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും നേർച്ച കൊണ്ട് വരികയില്ല എന്നാൽ അദ്ദേഹം പറയുന്നു, അല്ല എല്ലാ പ്രശ്നവും തീരും. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റിയതല്ല. ആ വഴിക്കൊരു നേർച്ചയായിട്ടോട്ട് പഠിപ്പിച്ചിട്ടുമില്ല എന്നാണ് മനസ്സിലാക്കാനുള്ളത്. അല്ലേ? ഇപ്പോൾ നേർച്ച അള്ളാഹുവിന് മാത്രം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇബാദത്താണ്. അപ്പോൾ നേർച്ച അള്ളാഹുവിന് മാത്രം, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കുന്നതോടുകൂടി തന്നെ എന്തായി? അത് ഷിർക്കായി ചെയ്തു. ആ ഷിർക്കിനെയാണ് ഇവിടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉസ്താദുമാരൊക്കെ സാധാരണഗതിയിൽ ഞങ്ങൾ ഷാഫി മദ്ഹബിലെ അംഗീകരിച്ച് പോരുന്ന ആളുകളാണെന്നൊക്കെ പറയുമ്പോൾ ഷാഫി മദ്ഹബിലെ മുഅ്തമദായ കിതാബുകളിൽ ഇപ്പോൾ ഇമാം ഷാഫിയുടെ പേരിൽ നമുക്ക് അറിയപ്പെടുന്നുണ്ട്, ഇമാം നവവിക്ക് മജ്മു ഉണ്ട്, ഇങ്ങനെയൊക്കെ മുഅ്തമദായ ധാരാളം കിതാബുകളുണ്ട് കേട്ടോ. ഈ കിതാബുകളിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു പത്തിരി നേർച്ചയോ അല്ലെങ്കിൽ വറുത്തരി നേർച്ചയോ ഇങ്ങനൊരു നേർച്ചകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല.
മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് നേർച്ചകളുടെ പേരിൽ നടക്കുന്ന ആഭാസങ്ങൾ, ഇത് ഈ വൈക്ക് ഇങ്ങനെ ആകുമ്പോൾ തന്നെ ഈ നേർച്ചകളെല്ലാം കൂടെ എന്താണ് പറയുക, നേർച്ചയാക്കിയിട്ട് ഇതെല്ലാം കൂടി കൊണ്ടേ കൊടുക്കാനാണ് ഈ ഉത്സവങ്ങൾ ഇവർ സംഘടിപ്പിക്കാറുള്ളത്. അന്ന് ഈ നേർച്ചയാക്കിയ സാധനങ്ങളാണ് പെട്ടിവരവ് എന്ന് പറഞ്ഞാൽ പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കുക. അതെല്ലാവരും കൂടി ഒരു ദിവസം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അന്നവിടെ ഒരു ആഘോഷ പെരുന്നാൾ പോലെയാണ്. അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ കണ്ടു ഒരു സാധുവിനെ ഒരു ആന പിടിച്ച് കുടഞ്ഞതും നേർച്ചൻ്റെ പേരിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പോലും സമൂഹത്തിനെ എന്താണ് പറയുക, ഈ സലഫിയത്തില്ലാതെ എന്ന് പറഞ്ഞാൽ സലഫിയത്ത് പറഞ്ഞാൽ മുൻമാതൃകയില്ലാതെ ആണ് ഈ ആളുകളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു നേർച്ചൻ്റെ ചർച്ച ഉണ്ട്. നബിയെ ജാഹിലിയത്തിൽ ഞാൻ മസ്ജിദുൽ ഹറമിൽ ഇഅ്തികാഫ് ഇരിക്കണം നേർച്ചയാക്കിയിട്ടുണ്ട്, അതിന് ഞാൻ ചെയ്യേണ്ടതുണ്ടോയെന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചെയ്യണം, കാരണം അള്ളാഹ്ക്ക് വേണ്ടി നേർച്ചയാക്കിയതാണ്. ഇനി ഫിഖ്ഹിലും ഹദീസിലൊക്കെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരാളിഞ്ഞിപ്പോൾ ഒരു അറിവില്ലാത്തൊരു കാര്യം നേർച്ചയാക്കി, ആ നേർച്ചയാക്കിയ കാര്യം അത് ഇസ്ലാമിനെതിരാണെന്ന് ബോധ്യപ്പെട്ട എന്തായിക്കൊള്ളണം, ഉടനെ അതിൽ നിന്ന് പിന്തിരിയണം എന്നാണ്. പിന്നെ മാത്രമല്ല ഫക്കഫിർ, എന്നിട്ട് എന്താക്കും വേണം, നേർച്ചയാക്കി എന്നുള്ള നിലക്ക് കഫാറത്ത് കൊടുക്കണം. അതെ. അപ്പോൾ ഈ നിലക്ക് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നേർച്ച എന്നുള്ളത് ഒരു ആഗ്രഹ സഫലീകരണത്തിനുള്ള വഴിയല്ല. ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ എന്താക്കേണ്ടത്, ഇവരൊക്കെ നേർച്ചകളിലൂടെ പറയേണ്ടത്. അത് തികച്ച ഇബാദത്താണ്, അള്ളാൻ്റെ നിന്ന് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ പരലോകത്ത് നിന്ന് കൂലി പ്രതീക്ഷിക്കേണ്ട കാര്യത്തിന് ദുനിയാവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന് പറയേണ്ടത് അത് ഷിർക്കിൻ്റെ മറ്റൊരു വഴിയാണ്. അള്ളാഹ് കൂലി തരേണ്ട കാര്യത്തിന് ദുനിയാവ് ആഗ്രഹിക്കുക എന്നുള്ളത് അത് വേറെ ചർച്ചയാണ്. അപ്പോൾ പല നിലക്കും എന്താകുന്നുണ്ട്, ഈ ഇത്തരം നേർച്ചകളിൽ ഷിർക്ക് വരുന്നുണ്ട്. ഒന്ന് അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇബാദത്ത് തിരിക്കുന്നു എന്നുള്ള നിലക്കുള്ള ഷിർക്ക് വരുന്നു. രണ്ട്, പരലോകത്തിൻ്റെ കൂലി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നൊരു കാര്യം അതിനെ കൊണ്ട് ദുനിയാവിനെ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഇത്തരം നേർച്ചകളിലുണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പല ഔലിയാക്കളൊക്കെ പേര് പോലെ പറഞ്ഞു, അള്ളാഹു ആലം വലികളാണോ അല്ല എന്നുള്ള അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരൊക്കെ ജീവിച്ച ജീവിതത്തിൻ്റെ കോലം നോക്കുമ്പോൾ നെഹ്നു നെഹ്ക്കും അലല്ലാഹു വാഹിർ, ഒരു തഖ്വയില്ലാതെ എന്താണ് പറയുക മുന്നോട്ട് പോയ മനുഷ്യന്മാരാണ്. മഴ പെയ്യിക്കാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം തുണി പൊന്തിച്ച ആളാണ് കോയപ്പാപ്പ. മൂപ്പർക്ക് കോഴിമുട്ടയും പഞ്ചസാരയും പാലും പഴമാണ് കൊടുക്കാൻ പറഞ്ഞത്. അത് അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് കോഴിമുട്ടയും പഞ്ചസാരയും പാലും കൊടുത്തിങ്ങനെ ഒരു പച്ചക്കറിലുള്ള ജീവിക്ക് തിന്നാൻ കൊടുത്ത കൂലി എന്നുള്ള സ്വതക്കൻ്റെ കൂലി ഇട്ടായിരുന്നു. ഇതിപ്പോൾ അയാൾ നേരത്തെ കുജിത് മദനി പറഞ്ഞ റഹിമുള്ള പറഞ്ഞ പോലെ ആ പേരും പറഞ്ഞ് വേറെ ആരോട് എന്താക്കുന്നുണ്ട്, ഇതൊരു ബിസിനസ്സാണ്. ആ ബിസിനസ് റസൂലുള്ളാഹിന് നമുക്കത് ബോധ്യപ്പെടുന്ന സംഭവമാണ് എന്ത്, പിഷ്കന്മാരെ പോക്കറ്റിൽ നിന്ന് പൈസ ഇറക്കാനുള്ള നല്ലൊരു പണി. ഇതിലൊന്നും നടക്കുന്നില്ല എന്നുള്ളത്. ഇതിൽ പൊതുവെ ആളുകൾ പൊതുവെ ചെയ്യുന്ന നേർച്ച ആക്കിയതിന് ശേഷം പല ആളുകൾക്കും ചിലപ്പോൾ ഇതൊക്കെ മനസ്സിലാവും, ചെയ്യാൻ പാടില്ല. നമ്മളൊക്കെ പല ആളും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നേർച്ച ആക്കിക്കഴിഞ്ഞു, നേർച്ച ആക്കിയാൽ പിന്നെ പൂർത്തിയാക്കണ്ടേ, അപ്പോൾ ഇനി എന്ത് ചെയ്യും? ജാറം മൂടാൻ നേർച്ചയാക്കി, അല്ലെങ്കിൽ ഒരു ജാറത്തിലേക്ക് വല്ലതും കൊടുക്കാൻ നേർച്ചയാക്കി, നേർച്ച ആക്കിയാൽ പൂർത്തിയാക്കണമല്ലോ എന്നാണ്. അതാണ് ആ ഹദീസ് പ്രത്യേകം പഠിപ്പിച്ചത്. അള്ളാഹുവിന് വഴിപ്പെടുന്ന കാര്യം നേർച്ചയാക്കിയാൽ വഴിപ്പെടണം, എന്നാൽ അള്ളാഹ്ക്ക് എതിരായ കാര്യം നേർച്ചയാക്കിയാലോ ഫലായ സിഹി, അവൻ ഒരിക്കലും അള്ളാഹ്ക്ക് എതിരെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഷിർക്ക് ചെയ്യാൻ നേർച്ചയാക്കി, ഒരു ബിദഅത്ത് നേർച്ചയാക്കി, ഒരു ഹറാമേക്കാൻ നേർച്ചയാക്കി, അത് നേർച്ചയാക്കിയതിനെ പേര് ഒരിക്കലും പൂർത്തിയാക്കാൻ പാടില്ല എന്നതാണ്. മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ തൊട്ട് മുമ്പത്തെ തലമുറയിൽ വരെ പല ഉസ്താദുമാരും സമസ്തയുടെ കൂടെ സഞ്ചരിക്കുന്ന ഉസ്താദുമാർ പോലും പലരും ഇത്തരം നേർച്ചയെ ശക്തമായി എതിർത്തിരുന്നു. എന്നാൽ ഇന്നതൊക്കെ മാറി, എല്ലാവരും ഇതിൻ്റെ ആളുകൾ നിരപ്രചാരമായിട്ട് മാറി. ഇന്ന് രാവിലെ ഒരു സഹോദരൻ സംസാരിച്ചപ്പോൾ മലപ്പുറം ടൗണിൻ്റെ അടുത്ത ഭാഗത്തായി ദർസ് എടുത്തിരുന്ന ഒരു ഉസ്താദ്, പള്ളിയിലെ മുദരിസ്, അത് പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം ഇത്തരം ഈ സമൂഹത്തിലുള്ള അനജനങ്ങൾക്കെതിരെ ശക്തമായി നിലപാടെടുത്തു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, അന്ന് മലപ്പുറം നേർച്ചയാണ്, ഇപ്പോൾ നേർച്ച ഇപ്പോൾ അത് നിന്നുപോയി, മലപ്പുറം ശ്രോതാക്കന്മാർ നേർച്ച, അപ്പോൾ അന്ന് ഭയങ്കര ആഘോഷമായിരുന്നു ആ പഴയ കാലത്തൊക്കെ. അപ്പോൾ അവിടെ അദ്ദേഹം വടിയെടുത്ത് ഇറങ്ങിയിട്ട് എല്ലാവരെയും അടിക്കുമായിരുന്നു ആ കാലത്ത്. അപ്പോൾ ചോദിച്ചാൽ എന്ത് ദിവസങ്ങൾ ചെയ്യണം, അല്ല ഞാൻ മലപ്പുറം നേർച്ചയ്ക്ക് വരുന്ന ആളുകളെ അടിക്കാൻ നേർച്ചാക്കിയിട്ടുണ്ട് പറയാനുണ്ട്. ഇതൊന്നും പറയാൻ പറ്റുന്നല്ലോ, ആർക്കും ഇല്ല അവിടെ. അപ്പോൾ അങ്ങനെ അദ്ദേഹം അതിനെതിരെ അന്ന് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പല ആളുകളും അന്ന് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതല്ല, ഇന്ന് ഇതിൻ്റെ വരുമാനം പറ്റുന്നു, ഇതിൻ്റെ ഒരു വിഹിതം പറ്റി പോകുന്നു. അതുകൊണ്ട് എല്ലാവരും ഇതിന് അംഗീകാരം കൊടുത്ത് ഇതൊരു പൊതുവെ ഒരു ഇസ്ലാമിൻ്റെ ഒരു മുഖമുദ്രയാക്കി മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വേദനാജനകമായ അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാട്ടെ. ശരിക്കും ഈ നേർച്ച ചെയ്യുന്ന ആളും നേർച്ചയാക്കിയ ആളും പടച്ചവനും മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആനയും അമ്പാരിയും
ആഘോഷവും ഘോഷയാത്രയും ഒക്കെ ആയി മാറിയത് എന്നുള്ള ഒരു ദുരന്തമാണ് നമുക്ക് ഇവിടെ ബോധ്യപ്പെട്ടത്. അൽഹംദുലില്ലാ ഇന്നത്തെ നമ്മുടെ 3 വിഷയങ്ങളുടെയും ചർച്ച ഇവിടെ പൂർത്തിയാവുകയാണ്. ഇതൊക്കെയും നമ്മുടെ പരലോകബന്ധിതമായി നിൽക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് പ്രമാണം പഠിപ്പിച്ചിടത്ത് സലഫുകളുടെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മളെല്ലാം പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രൂഫ് പോയിൻ്റ് ഇവിടെ അവസാനിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.